മാർച്ച് 12 2026 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് പുരസ്കാരം 2023യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് പുരസ്കാരം 2023? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? ചെറുതന. ഏത് ജില്ലയാണ്? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ചെറുതനയിലാണ് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ സഫിഷ്യന്റ് പഞ്ചായത്ത് ഏതാണ്? പെരുമ്പടപ്പ്, മലപ്പുറം. അപ്പോൾ പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ് വാട്ടർ സഫിഷ്യന്റ് പഞ്ചായത്ത് ഉള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പഞ്ചായത്ത് ഏതാണ്? വിയപുരം. അതും ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലെ വിയപുരത്താണ് സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പഞ്ചായത്ത് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച ഭരണ നിർവഹണമുള്ള പഞ്ചായത്ത് ഏതാണ്? അളഗപ്പ നഗർ, തൃശൂർ. തൃശൂരിലെ അളഗപ്പ നഗറിലാണ് മികച്ച ഭരണ നിർവഹണമുള്ള പഞ്ചായത്ത് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ ന്യൂട്രൽ വിശേഷ് പഞ്ചായത്ത് അവാർഡ് ലഭിച്ചതോ? മീനങ്ങാടി, വയനാട്. അപ്പോൾ കാർബൺ ന്യൂട്രൽ വിശേഷ് പഞ്ചായത്ത് അവാർഡ് ലഭിച്ചത് മീനങ്ങാടി, വയനാട്. അതൊന്നും മറക്കരുത്. അപ്പോൾ അവാർഡുകളെല്ലാം ഓർത്തു വെക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ആയുധ ഇറക്കുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2. അപ്പോൾ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ആയുധ ഇറക്കുമതി രാജ്യങ്ങളുടെ, ആയുധവുമായി ബന്ധപ്പെട്ടതാണ്, ആയുധ ഇറക്കുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? നിയമിതനാകുന്നത് KG സനൽകുമാർ. KG സനൽകുമാറാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത്. ആരാണ്? KG സനൽകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 4 ലേബർ കോഡുകളെ കുറിച്ച് പഠിക്കാനും, എന്തൊക്കെയാണ്? 4 ലേബർ കോഡുകളെ കുറിച്ച് പഠിക്കാനും അവയിൽ വരുത്തേണ്ട ഭേദഗതികൾ നിർദ്ദേശിക്കാനും സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി അധ്യക്ഷൻ ഏതാണ്? ജസ്റ്റിസ് ഗോപാലഗൌഡ കമ്മിറ്റി. എന്ത് കമ്മിറ്റിയാ? ജസ്റ്റിസ് ഗോപാലഗൌഡ കമ്മിറ്റിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 4 ലേബർ കോഡുകളെ കുറിച്ച് പഠിക്കാനും. ആരെ കൊണ്ടുവന്ന? കേന്ദ്ര സർക്കാർ. എന്തിനെ കുറിച്ചൊക്കെ പഠിക്കാനാണ്? 4 ലേബർ കോഡുകളെ കുറിച്ച് പഠിക്കാനും അവയിൽ വരുത്തേണ്ട ഭേദഗതികൾ നിർദ്ദേശിക്കാനും സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി അധ്യക്ഷൻ ഏതാണ്? ജസ്റ്റിസ് ഗോപാലഗൌഡ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധനഗര പ്രദേശങ്ങളിലും ഡിജിറ്റൽ കണക്ടിവിറ്റി വികസിപ്പിക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്ത് 1,00,000-ലധികം നേരിട്ടുള്ള പരോക്ഷ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രോജക്റ്റ് ഗംഗ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധനഗര പ്രദേശങ്ങളിലും ഡിജിറ്റൽ കണക്ടിവിറ്റി വികസിപ്പിക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ 1,00,000-ലധികം നേരിട്ടുള്ള പരോക്ഷ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രോജക്റ്റ് ഗംഗ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ 7ാമത്തെ വലിയ കാർഷികോൽപ്പന്ന കയറ്റുമതി രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ 7ാമത്തെ വലിയ, എത്രാമത്തെയാണ്? 7ാമത്തെ വലിയ കാർഷികോൽപ്പന്ന കയറ്റുമതി രാജ്യം ഇന്ത്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്ത് സംരക്ഷിച്ചു പോരുന്ന
ചീറ്റപ്പുലികളുടെ ആകെ എണ്ണം എത്രയാണ്? എത്രയാണ് ചീറ്റപ്പുലികളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത്? 53. അപ്പം നമ്മുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് സംരക്ഷിച്ചു പോകുന്ന ചീറ്റപ്പുലികളുടെ എണ്ണം എത്രയാണ്? 53. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള മികച്ച പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ചുവട്. പദ്ധതികളെല്ലാം നന്നായി പഠിച്ചു പോണേ. അപ്പം ചുവടാണ് വിദ്യാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള ഒരു മികച്ച പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്ക് അത്രയും ഉത്തരവാദിത്തം കൊടുത്ത് അവരെ അത്രയും നല്ല മികച്ച ഒരു പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ചുവട്. മറക്കല്ല്, ചുവട്. അടുത്ത ക്വസ്റ്റ്യൻ. മലയാള നടൻ പ്രേം നസീറിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? എവിടെയാണ്? ചിറയൻകീഴ്. അപ്പം ചിറയൻകീഴാണ് മലയാള നടൻ പ്രേം നസീറിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത്. എവിടെയാണ് വരുന്നത്? ചിറയൻകീഴാണ് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്തിടെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നടത്തിയ സമഗ്ര പക്ഷി സർവേയിൽ എത്ര പക്ഷി ഇനങ്ങളെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എത്രത്തോളം പക്ഷി ഇനങ്ങളെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഗസ് ചെയ്യാമോ? 192 പക്ഷി ഇനങ്ങളെയാണ്. 192ഓളം ഉണ്ട് കേട്ടോ. അപ്പം അടുത്തിടെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നടത്തിയ സമഗ്ര പക്ഷി സർവേയിൽ എത്ര പക്ഷി ഇനങ്ങളെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 192. അടുത്ത ക്വസ്റ്റ്യൻ. ഫിലിപ്പീൻസിന് ശേഷം ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ ആണ്. അപ്പം ഒന്നും കൂടി പഠിച്ചു വെക്കുക. ഫിലിപ്പീൻസിന് ശേഷം ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി, ഏത് മിസൈലാണ്? ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാവരും ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് ആരാണ്? നിയമിതനാകുന്നത്? നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.